സ്ത്രീ മുഴുവനും ഔറത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്ത്രീകളുടെ നെഞ്ചിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, വൽയദ്രിബിന ബിഖുമരിഹിന്ന അലാ ജൂബിഹിന്ന. സ്ത്രീകൾ അവരുടെ തലയിൽ തുടിക്കുന്ന മുഖമക്കന അവരുടെ നെഞ്ചത്തേക്ക് കൂടി അവരുടെ മാറിടത്തേക്ക് കൂടി താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. മാറും കാണിച്ചുകൊണ്ട് ബ്ലൗസിന്റേതായ തുന്നിന് താഴേക്ക് പതിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണെ, നിന്റെ മാറിന്റേതായ സകല ഭാഗങ്ങളും പുറത്തേക്ക് കാണിച്ചിട്ട് ആർക്കാണ് നീ കൊണ്ടുവന്ന് ദർശിക്കുന്നത്? പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആനിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് എവിടം വരെയാ പെണ്ണെ എത്തിച്ചേരുന്നത്? എന്തിനാ പെണ്ണെ നിന്നോട് ഇത്രത്തോളം വലിയ ശാഠ്യം, ഇത്രത്തോളം വലിയ ശാഠ്യം പിടിക്കാനുള്ള കാരണം എന്താ? കണിശത പുലർത്താനുള്ള കാരണം എന്താ? പെണ്ണിനോട് ഇത്രത്തോളം വലിയ നിബന്ധന പരിശുദ്ധമായ ദീൻ വെച്ചതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അധ്യാപനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ആദ്യം ഓതി വെച്ച ഹദീസ്, സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാർ. സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാർ. രണ്ടു കൂട്ടർ എന്തായാലും തീർച്ചയായും നരകത്തിലാണ്, അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ രണ്ടു കൂട്ടരുടെ കാലഘട്ടത്തിലില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരെ നിങ്ങളിൽ കാണാറുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാണെന്നറിയണ്ടയോ ആ രണ്ടു കൂട്ടര്? ഒന്നാമത്തെ കൂട്ടര് ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ എന്നൊരു ദൂരം നാസബിഹാ. പശുവിൻ പാല് പോലെയുള്ള ചാട്ടവാറുമായിട്ട് ജനങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നതായ ഒരു കൂട്ടം പട്ടാളവർഗം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അവർ തീർച്ചയായും നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പോ അബൂ ഹുറൈബിനും ഇറാഖിന്റേതായ പടവുള്ളികളായ പാവപ്പെട്ടതായ മുസ്ലിം ചെറുപ്പക്കാരെ പട്ടിക്കും നായ്ക്കട്ടിയും കൊണ്ട് അവരുടേതായ ലൈംഗിക അവയവങ്ങളെ കടിപ്പിക്കുകയും ചാട്ടുവാറ് കൊണ്ട് അവിടെയും ഇവിടെയും അടിപ്പിച്ചുകൊണ്ട് പ്രഹരമേൽപ്പിക്കുകയും നമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നെ സുവ്യക്തമാ അവർ തീർച്ചയായും നരകത്തിലാണ്, അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതല്ല നമ്മുടെ വിഷയം രണ്ടാമതാ, നമ്മുടെ ചർച്ച രണ്ടാമതാ. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവരെയും ഞാൻ കണ്ടിട്ടില്ല, അവരും തീർച്ചയായും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണെന്നറിയണ്ടയോ പെണ്ണേ? ആരാണെന്നറിയണ്ടയോ സഹോദര? പഠിച്ചു വെക്ക് ആരാണെന്നറിയണ്ടയോ? നിസാ കാസിയാ عاريات مائلات مميلات رؤوسهن كأسنمة البخت المائلات لا يدخلن الجنة ولا يجدن ريحها وإن ريحها لتجد مسيرة كذا وكذا. സുബ്ഹാനല്ലാഹ്, വിവരിക്കാൻ സാധിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുകൊണ്ട് കാണാത്ത ഒരു വിഭാഗം, അത് സ്ത്രീകളാണ്, അത് മംഗമാരാണ്. ആരാണ് ആ സ്ത്രീകള്? കാസിയാത്തുൻ ആരിയാത്ത്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രരാണ്. അഥവാ വസ്ത്രം ധരിച്ച നഗ്നകളാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വിവസ്ത്രരാണ്. ആ നിലയ്ക്ക് വസ്ത്രം ധരിച്ചവരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഉള്ളിലുള്ള സകല അവയവങ്ങളും പുറത്തേക്ക് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചവർ. ഇമാം നവവി റഹിമഹുല്ലാഹി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു, മൂന്ന് കൂട്ടരാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ. നിസാഉൻ കാസിയാത്ത്, വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ വിവസ്ത്രരാണെന്ന് പറഞ്ഞതായ കൂട്ടരാണെന്ന് അറിയണ്ടയോ? അത് മൂന്ന് കൂട്ടരാണെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നു. അലൈഹിന്ന കിസ്വത്തുൻ ലകിന്നഹാ ലാ തുഫീദു ഫീ സിതിരിൽ മർആ.
വസ്ത്രം വളരെ ചെറിയതായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ചില പെണ്ണുങ്ങൾ, ബ്ലൗസിന്റെ കൈവിടം വരെയുള്ളൂ, അതേ വയറു മുഴുവനും വെളിയിലേക്ക് കാണിച്ചുകൊണ്ട് നടക്കുന്നു. അവരുടെ അടിവയറും അവരുടെ ശരീരത്തിന്റെ സകല അവയവങ്ങളും പുറത്തേക്ക് കാണിക്കുന്ന രീതിയിൽ ചെറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെ സാംസ്കാരിക പൈതൃകമില്ലാത്ത നിലയ്ക്ക്, സാംസ്കാരിക നഷ്ടപ്പെട്ട നിലയ്ക്ക്, സാംസ്കാരിക മൂല്യശോഷണം സംഭവിച്ച നിലയ്ക്ക് ചില പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവൾ തീർച്ചയായും നരകത്തിലാണെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. രണ്ടാമതായിട്ട് മഹാനവറുകൾ പറയുന്നു, വസ്ത്രത്തിനുള്ളതായ വസ്ത്രം വസ്ത്രം വളരെ ഇടുങ്ങിയതാണ്, ടൈറ്റാണ്. ഇത് ചില പുരുഷന്മാർക്കും ബാധകമാണ്. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരായ സഹോദരങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അവരുടേതായ വസ്ത്രധാരണ രീതി ഉസ്താദുമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒഴിഞ്ഞു പോകുമെന്ന നിലയ്ക്കാ കാണുന്നത്. എടാ മോനെ, എന്ത് ഭാഷനായത്, എന്ത് മോഡലായത്! അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട മോഡലാണ്. ഹബീബായ നബിതങ്ങളിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ മോഡലിന്റെ വ്യക്തിത്വം ഹബീബായ നബിതങ്ങളല്ലേ, റോയൽ മോഡൽ. ആ പ്രവാചകന്റെ തിരിച്ചറിവുകളെ പിൻപറ്റാറല്ലോ മുസ്ലിമേ നീ പഠിക്കേണ്ടതും നീ പഠിപ്പിക്കേണ്ടതും. എവിടുന്നാ മോനെ നിനക്ക് പാശ്ചാത്യരുടെ സംസ്കാരം എപ്പോഴാ തലയിൽ കയറിക്കൂടിയത്? ഇപ്പോൾ ഒഴിഞ്ഞു പോകുമെന്ന നിലയ്ക്ക് അവൻ ഇറക്കിയിട്ടിരിക്കുക. അവൻ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പഞ്ചായത്തും ബഹിരാകാശവും കാണാവുന്ന നിലയ്ക്ക്, സകല അവയവങ്ങളും മറ്റുള്ളവർ ദർശിക്കുന്ന നിലയ്ക്ക്. എന്നിട്ട് അവൻ നമസ്കാരത്തിൽ റുക്കൂയിൽ എണീക്കുമ്പോഴും സുജൂദിൽ നിന്ന് എണീക്കുമ്പോഴും അവന്റെ പാൻസിന്റെ, അവന്റെ ഷർട്ടിന്റേതായ ഭാഗങ്ങൾ വലിച്ചു താഴോട്ട് പിടിപ്പിക്കുകയാണ്. എത്ര പിടിപ്പിക്കാനാണ്? അതിന്റെ അളവ് ഇത്രയല്ലേ ഉള്ളൂ. ബ്ലൗസ് പോലെയാണ് അവൻ ഇട്ടുകൊണ്ട് വരുന്നതായ ടീഷർട്ടിന്റെ അളവ്. എന്നിട്ട് ആ ടീഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവൻ ബാക്കിൽ പിടിച്ച് വലിക്കുന്നു. എന്തിനു വേണ്ടി? അവന്റെ പിൻഭാഗം മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടി. എന്നാൽ അതുകൊണ്ട് യാതൊരുവിധ കാര്യമില്ലാത്ത നിലയ്ക്ക് പിൻഭാഗം മറ്റുള്ളവർ നല്ല രീതിയിൽ ദർശിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ രീതിക്ക് എവിടേക്കാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നിങ്ങളുടെ വസ്ത്രധാരണ രീതി കണ്ടുപിടിക്കൂ. സാത്വികരായ ശുഭവസ്ത്രധാരികളായ മുതഅല്ലിമീങ്ങളെ കണ്ടുപിടിക്കൂ. സാത്വികരായ സമസ്തയുടെ ഉലമാക്കളെ അവർ ധരിക്കുന്നതും അവർ ധരിക്കാൻ പറയുന്നതും അവർ പഠിപ്പിക്കുന്നതുമായ വസ്ത്രങ്ങൾ കണ്ടുപിടിക്കൂ. എത്ര നല്ല കാരണവന്മാരാ നമ്മുടെ മുന്നിലുള്ളത്! കണ്ടില്ലേ എത്ര എത്ര വസ്തുക്കൾ ശുഭവസ്ത്രധാരികളായ ഉപ്പമാര് നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാ മക്കൾക്കൊരു തൂവള്ള വസ്ത്രം ഭരിച്ചു കൊടുക്കാൻ, അത് വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ തയ്യാറാകാത്തത്? അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട പ്രവാചക മുഖവൻ പഠിപ്പിച്ചതായ അവിടുത്തെ തിരിച്ചറിവുകൾ വെച്ച് ഏറ്റവും മക്കൾക്ക് ഇഷ്ടമായ വെള്ളവസ്ത്രം ആരെങ്കിലും മാതാപിതാക്കൾ ഒരെണ്ണം വാങ്ങിക്കൊടുത്തവർ എന്റെ മുന്നിലുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വെള്ളവസ്ത്രം വാങ്ങിക്കൊടുത്തതായിട്ട് ചരിത്രമുണ്ടോ? മക്കൾ പറയുന്നു, ഉപ്പ എനിക്ക് ഇന്ന സിനിമാ നടന്റെ മോഡൽ വേണം, എനിക്ക് ദുൽഖർ സൽമാനെ പോലെ വേണം, എനിക്ക് ഇന്ന സീരിയൽ നടി ധരിക്കുന്നതായ വസ്ത്രം വേണമെന്നൊക്കെ പറയുമ്പോ ആ പെണ്ണിന്റെയും ആ മകന്റെയുമായ സകല ആചാരങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ദുഷിച്ച വസ്ത്രമാണ് ധരിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ മോശപ്പെട്ട വസ്ത്രം കൊണ്ട് എവിടേക്കാ എത്തിച്ചേരുന്നത്? തീർച്ചയായും അവർ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ മോശപ്പെട്ട വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നതായ ചില പെണ്ണുങ്ങളുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് മൂന്നാമതായിട്ട് നിസാഉൻ കാസിയാത്തുൻ എന്നതിന് വിവക്ഷ പറയുന്നു. മഹാനവറുകൾ പറയുന്നു, വസ്ത്രം ധരിക്കുന്നുണ്ട്. ആ വസ്ത്രം എങ്ങനെയാ? ബിഹൈസൻ തുറാമിൻഹൽ ജിൽദു മിൻ വറാഇഹൽ ജിൽദു. വസ്ത്രം വളരെ നേർമയാണ്, വളരെ നേരിയ വസ്ത്രം ധരിക്കുന്നു. ശരീരത്തിലേക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രം അത് വളരെ നേരിയതാണ്. ഏത് നിലയ്ക്ക്? അവളുടെ ഉള്ളിലുള്ളതായ സകല വസ്തുക്കളും പുറത്തേക്ക് കാണാം. ചില കടകൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ ഫ്രണ്ട് ചില്ലിൽ ഇങ്ങനെ വെക്കും, ബോണ്ടയും മകത്തുള്ള സകല വസ്തുക്കളും കാണാൻ വേണ്ടിയില്ലേ? എന്നതുപോലെ പ്രിയപ്പെട്ട ഉമ്മമാര് മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്നു. എന്റെ പ്രിയമുള്ള പെണ്ണേ, നീ പഠിച്ചു വെച്ചോ. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, അങ്ങനെ ഉള്ളിലുള്ള സകല അംഗലാവണ്യവും മറ്റുള്ള അന്യപുരുഷന്മാർക്ക് കാണിക്കാൻ വേണ്ടി നീ ധരിച്ചുകൊണ്ട് നടക്കുന്നതാണെങ്കിൽ ഏത് നിലയ്ക്കാ നിന്റെ നടത്തം? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അതൊന്ന് ധരിച്ചു. പ്രവാചകൻ പ്രശംസിക്കപ്പെടട്ടെ, പ്രവാചകനെ പ്രശോഭിക്കപ്പെടട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രശോഭിച്ച പ്രവചനങ്ങളാ ഇന്നും പുലർന്നുകൊണ്ടിരിക്കുകയാ. മുമീലാത്ത് മായിലാത്ത്
സ്വഭാവത്തെ അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ചാഞ്ഞും ചരിഞ്ഞും നടക്കുകയാണ്. കല്യാണ വീടുകളിൽ സാധുമാർ വന്നാൽ പോലും അവരുടെ മുന്നിൽ നിന്ന് മാറാതെ ലജ്ജയില്ലാതെ ഉടുപ്പില്ലാതെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്വര പറയുന്ന പെണ്ണുങ്ങളല്ലേ ഇന്ന് കല്യാണ വീടുകൾ കയ്യേറിയിരിക്കുന്നത്, വിവാഹസദ്യകൾ കയ്യേറിയിരിക്കുന്നത്. ഏത് മംഗല്യത്തിന് പോകട്ടെ, ഏത് പാർട്ടിക്ക് പോകട്ടെ, അവിടെയെല്ലാം മംഗമാരല്ലയോ തയ്യാറായിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ. ഹബീബായ നബിതങ്ങൾ പറയുന്നു, ഈ നിലയ്ക്ക് സ്വന്തം ശരീരത്തെ മറ്റുള്ള പുരുഷന്മാരിലേക്ക് കാണിക്കുന്ന നിലയ്ക്ക് നടക്കുന്ന പെണ്ണുണ്ടല്ലോ, അവന് തീർച്ചയായിട്ടും നാളെ സ്വർഗത്തിലല്ല നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് പൂർത്തീകരിക്കുന്നത് വല്ലാത്ത വർത്തമാനമാ. ലാ യദ്ഖുലുൽ ജന്ന ലാ യദ്ഖുലുൽ ജന്ന, അവൾ തീർച്ചയായും സ്വർഗത്തിൽ കടക്കില്ല, അക്കൂട്ടര് തീർച്ചയായും സ്വർഗത്തിൽ കടക്കില്ല. വലാ യജിദുന റീഹഹാ, ആ സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല പെണ്ണേ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവൾക്ക് സാധിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇന്ന റീഹഹാ ലതജിദു വസീറത കദാ വകദാ. 70,000 വർഷങ്ങളോളം 70,000 വർഷങ്ങളോളം അതിശീഘ്രതയുള്ളതായ ഒരു വാഹനത്തിൽ ഒരു കുതിര ഓടിച്ചുകൊണ്ട് പെണ്ണേ നീ പറന്നാൽ അത്ര ദൂരം വൻദൂരം എത്തുന്നതായ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, ആ പരിമളം പോലും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാ പെണ്ണേ നീ ജീവിക്കുന്നത്, എന്തിനാ പെണ്ണേ നീ ജീവിക്കുന്നത്? 60-70 വയസ്സ് മാത്രമുള്ള നിനക്ക് ഈ ലോകത്ത് നീ വിവസ്ത്രരായി നടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കളവാക്കി, പരിശുദ്ധ റസൂലിന്റെ തിരുവചനങ്ങളെ കളവാക്കി, അവിടുത്തെ ഉലമാക്കൾ പറഞ്ഞതായ സർവ്വവിധങ്ങളെയും കളവാക്കിക്കൊണ്ട് നീ എന്തിനാ ഘടകമ്പോളങ്ങൾ നിറങ്ങുന്നത്? പഴയകാല സമസ്തകളുടെ ആലിമീങ്ങൾ മുഴുവനും ഇന്നുള്ള സമസ്തയുടെ ആലിമീങ്ങളും എന്നോടൊന്നും പറയുന്ന വചനമാ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തുൽ ഊലാ. എന്റെ പ്രിയമുള്ള പെണ്ണേ, നീ കറങ്ങിയടിച്ച് നടക്കാൻ പാടില്ല. നീ പവിഴമാണ്, മുത്താണ്. ഒരു മനുഷ്യൻ പവിഴവും മുത്തും സൂക്ഷിക്കുന്നത് കടകമ്പോളങ്ങളിലാണോ, അവന്റെ റോഡ് വക്കിലാണോ, അഴുക്ക് ചാലുകളിലാണോ? ബുദ്ധിയുള്ള, വിവേകമുള്ള, തന്റെയോടുമുള്ള പക്വതയുള്ള ഒരു മനുഷ്യനതിന് സാധ്യമല്ല. വിവേകമുള്ള മനുഷ്യൻ, പക്വതയുള്ള മനുഷ്യൻ, തന്റെയോടുമുള്ള മനുഷ്യൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഉമ്മയോ, പെങ്ങന്മാരെ അവരെ സൂക്ഷിക്കും വീടിന്റെ അകത്തളങ്ങളിൽ, അല്ലയോ? അങ്ങ് അലമാരയ്ക്കകത്ത് കൊണ്ടുവന്ന് പവിഴം സൂക്ഷിക്കും, ഇല്ലേ? ആ രീതിയിൽ വേണം പെണ്ണിനെ കാണാൻ. അവൾ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ്യ കാലഘട്ടത്തിലെ വിവരമില്ലാതെ ജനങ്ങൾ നടന്നതുപോലെ കറങ്ങിയടിച്ച് നടക്കല്ല എന്ന പരിശുദ്ധമായ ഖുർആൻ മാനവർക്ക് മുഴുവനും ദർശനമായി നൽകിയിട്ടും നീ എന്തിനാ പെണ്ണെ ഇറങ്ങുന്നത്? ഭർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ട്. ചില പെണ്ണുങ്ങളുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നീ ലഉബഗിലുൽ മർആ. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ദൈലമി വാഴ്ത്തപ്പെടട്ടെ, അവർ പറയുന്നു, ഇന്നീ ലഉബഗിലുൽ മർആ. ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണിനെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ, എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് അവളോട്. എന്താണ് ആ പെണ്ണിന്റെ പണി എന്നറിയുമോ? തജുറു സൈലഹാ തജുറു സൈലഹാ വതസ്തകീ അൻ സൗജിഹാ. അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് കൊമ്പരം പറഞ്ഞ്, ആ ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട്, എന്റെ ഭർത്താവ് കഴിവുകെട്ടവനാ, എനിക്ക് വേണ്ടി അത് തന്നില്ല, ഇത് തന്നില്ല, എനിക്ക് സോപ്പ് തന്നില്ല, എനിക്ക് വസ്ത്രം തന്നില്ല, എനിക്ക് കല്യാണത്തിന് പോകാനുള്ള ആർഭാടമായ വസ്ത്രങ്ങൾ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെയും ആ ഭർത്താവിന്റെ കുടുംബത്തെയും മോശത്തരം പറഞ്ഞുകൊണ്ട് കറങ്ങി നടക്കുന്നതായ ചില പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണിനെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വചനം വല്ലാത്ത വചനമാണ്. അറബി അറിയാവുന്നവർക്ക് വല്ലാത്ത അർത്ഥതലങ്ങളിലേക്ക് അവരുടെ ഹൃദയത്തിന്റെ കൊണ്ടുപോയി എത്തിക്കുന്ന വചനമാണ്.
കാരണം പ്രവാചകൻ പറഞ്ഞത് തജുറു സൈലഹ, അവരുടെ തുണിയുടെ കോന്തലിനെ അവൾ വലിച്ചെടുച്ചു കൊണ്ട് നടക്കുന്നു. അഥവാ സകല കടകമ്പോളങ്ങളും ഇറങ്ങുന്ന പെണ്ണ്, എല്ലാ വീടുകളും കറങ്ങുന്ന പെണ്ണ്, അങ്ങനെ 24 മണിക്കൂറും കറങ്ങി നടന്നുകൊണ്ട് ശരീരത്തിന്റെ അങ്ങനെ ആവണ്ണം മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട അവയവങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണെന്ന് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർക്ക് നല്ലതായ ഈമാനികമായ ആവേശം നൽകട്ടെ, നല്ല വസ്ത്രധാരണ രീതി നൽകട്ടെ. പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയിലേക്ക് ഭേദം കടന്നിട്ടില്ല. അതിലേക്കൊക്കെ കടക്കാൻ സമയം നമുക്ക് എത്താൻ സാധിക്കില്ല, ധാരാളം വിഷയങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരു മുസ്ലിമായ പുതു മുസ്ലിമായ ഒരു വ്യക്തിത്വം വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, അഅ്ഹിദ് ഇലയ്യ റസൂലല്ലാഹ്,